എല്ലാ കൊച്ചി ടി വി കൂട്ടുകാർക്കും ഹാപ്പി ഓണം. അത്തം പത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് തിരുവോണ നാളാണല്ലേ. അപ്പോൾ എല്ലാ കൊച്ചു ടി വി കൂട്ടുകാരും എൻ്റെ കൂടെ ഉണ്ട്. ഇവരെല്ലാം കൊച്ചു ടി വിയുടെ ഭയങ്കര ഫാൻസ് ആണ്. ഓണം കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഗുഡ് ഫീലിംഗ് ആണ് ഉണ്ടാവുന്നത്. അങ്ങനെയല്ലേ? എല്ലാവർക്കും അങ്ങനെയല്ലേ? ആണല്ലേ? ഒരു പഴയ കാലത്ത് ഒരു ഫീലിംഗ് ആണ് നമുക്ക് ഓണം എന്ന് കേൾക്കുമ്പോൾ തന്നെ. കൂട്ടുകുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ഒന്നിക്കുന്ന ഒരു ദിവസമാണ് ഓണനാള്. അന്ന് ഓണത്തിന്റെ ആകർഷണം എന്ന് പറഞ്ഞാൽ ഓണസദ്യയാണ്. അതുപോലെ തന്നെ ഓണസദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് പായസം. 3 വ്യത്യസ്ത തരത്തിലുള്ള പായസം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോവുകയാണ്. അത് ഉണ്ടാക്കി തരുന്നത് നമുക്ക് എല്ലാവർക്കും സുപരിചിതയായ ഫാത്തിമ ചേച്ചിയാണ്. ഫാത്തിമ ചേച്ചിയുടെ മോളും വന്നിട്ടുണ്ട്. മോളുടെ പേരെന്താ? ഓക്കെ. അപ്പൊ എല്ലാരും ഓണക്കോടിയൊക്കെ ഇട്ട് നല്ല സുന്ദരി കുട്ടനും കുട്ടികളൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ ഓണക്കോടി ആരാ വാങ്ങി തന്നെ? അപ്പൊ ഫാത്തിമ ചേച്ചി എന്തൊക്കെ ഡിഫറെന്റ് പായസം ഉണ്ടാക്കാൻ പോകുന്നത്? ഇന്നിപ്പം നമ്മുടെ കൂടെ എല്ലാവരും കുട്ടീസ് അല്ലേ, അപ്പൊ അവർക്ക് 2 ഫ്രൂട്ട്സ് കൊണ്ടുള്ള പായസം. 2 ഫ്രൂട്ട്സ് ഉണ്ട്. പിന്നെ ഒരെണ്ണം നമ്മുടെ ഓണം എന്ന് പറഞ്ഞാൽ എന്തായാലും പാലട നമ്മൾ ഉണ്ടാക്കാതിരിക്കാറില്ല. അപ്പം ഇന്ന് പാലട ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ 2 ഫ്രൂട്ട്സ് കൊണ്ടുള്ള പായസം. എന്റെ ഫേവറേറ്റ് പായസമാണ് പാലട പായസം. അപ്പൊ പാലട പായസം ബാക്കി 2 പായസം കൂടി ഇന്ന് ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ നല്ല ഹാപ്പി ആയി. അപ്പൊ എനിക്കിങ്ങനെ തിടുക്കം വരിക പായസമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി. എല്ലാവർക്കും അങ്ങനെയല്ലേ? പായസമൊക്കെ ഇഷ്ടമുള്ള കൂട്ടത്തിലല്ലേ എല്ലാരും? അപ്പൊ ചേച്ചി പായസം ഉണ്ടാക്കാൻ തുടങ്ങാല്ലേ? നമുക്ക് എല്ലാവർക്കും കിച്ചണിലേക്ക് പോയാലോ? എല്ലാരും ചേച്ചിനെ ഹെൽപ്പ് ചെയ്യണം. എല്ലാരും പഠിക്കുക. ഓക്കെ? എല്ലാരും പഠിച്ചിട്ട് അമ്മമാരുടെ അടുത്ത് പോയി പറയണം ഉണ്ടാക്കി തരാൻ. പറയോ? ഇന്ന് ഓണ ദിവസമായിട്ട് നമ്മൾ ഇന്ന് എന്താ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്? ഓണത്തിന് പ്രധാനം പായസം അല്ലേ? അതെ, പായസം. അപ്പൊ ഇന്ന് നമുക്കൊരു പേരക്ക പായസം ഉണ്ടാക്കാം. ഫ്രൂട്ട്സ് ഇഷ്ടല്ലേ? അതെ അതെ അതെ. അപ്പൊ പേരക്ക കൊണ്ടുവരും. പേരക്ക പായസം നിങ്ങൾ എല്ലാരും കഴിച്ചിട്ടുണ്ടോ? പേരക്ക പായസം കഴിച്ചിട്ടില്ല അല്ലേ? അപ്പൊ ഇന്ന് എല്ലാവർക്കും പേരക്ക പായസം കഴിക്കാം. ഓക്കെ, തുടങ്ങാം. ഓക്കെ. അപ്പൊ പേരക്ക പായസത്തിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ? ആദ്യമേ നമ്മൾ വലിയൊരു ഉരുളിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഉരുളി അല്ലാതെ ചെറിയ പാത്രത്തിലാക്കാൻ പറ്റുമോ? ആക്കാം, പക്ഷെ നമ്മൾ ഓണത്തിന് അതിന്റെ ഓണത്തിന്റെ ഒരു പ്രത്യേകത ഈ ഉരുളിയിലൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് അതിന്റെ ഒരു ടേസ്റ്റ്. അതെ, ഈ ഉരുളിയൊക്കെ കാണുമ്പോൾ നമുക്ക് ആ ഓണത്തിന്റെ ഒരു ഫീല് വരുന്നില്ല. അതെ അതെ. അറിയോ ഇതെന്താ? ഇപ്പൊ നമ്മുടെ ഉരുളി നന്നായിട്ട് ചൂടായി. ഇപ്പൊ അതിലേക്ക് ആദ്യമായിട്ട് നെയ്യ് ഒഴിക്കുക. നെയ്യ് എത്ര ടീസ്പൂണാ ചേച്ചി? നെയ്യ് ഒരു 2 ടീസ്പൂൺ മതി. സാധാരണ നമ്മള് പായസമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് നെയ്യൊക്കെ ഒഴിച്ച് വഴറ്റിയെടുക്കുക. കുറച്ച് ഡിഫറെന്റ് ആണ്. നെയ്യ് ചൂടാകുമ്പം നമ്മളിത് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി പേസ്റ്റ് ആക്കി വെച്ച പേരയ്ക്കാണ്. നമ്മൾ പ്രഷർ കുക്കറിൽ ഇട്ടിട്ട് ഒരു 4-5 വിസിൽ വരുന്നത് വരെ വേവിക്കുക. എന്നിട്ട് അതിനെ ഒന്ന് അതിന്റെ കുരുവൊക്കെ അപ്പൊ നമുക്ക് ഈസി ആയിട്ട് കളയാൻ കിട്ടും. എന്നിട്ട് അത് കളഞ്ഞിട്ട് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ നെയ്യ് ഒഴിച്ചു, അതിന് ശേഷം നമ്മുടെ പേരക്കയുടെ പേസ്റ്റ് ഇട്ടു. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഈ നെയ്യിൽ ഇതൊന്ന് പേരക്ക കിടന്നൊന്ന് നന്നായി വഴറ്റിയെടുക്കണം. അപ്പൊ ചേച്ചിയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എന്റെ വീട്ടിൽ ഇതുപോലെ ഒരു കുടുക്കൂസ് ഉണ്ട്, ഒരു കുഞ്ഞു മോളുണ്ട്, പിന്നെ മോൻ ഇപ്പൊ 8th പഠിക്കുന്നു. മോളുടെ പേരെന്താ? മോളുടെ പേര് ആശ്മി. ഓണത്തിന് നമ്മൾ എല്ലാവരും ഓരോരോ വീട്ടില് ഓരോരുത്തരുടെ ടേസ്റ്റ് വേറെ ആയിരിക്കും. പലതരത്തിലുള്ള പായസം ഉണ്ട്. അപ്പൊ ചേച്ചിക്ക് ഇതിൽ ഏത് പായസം ഏറ്റവും ഇഷ്ടം? അയ്യോ, അങ്ങനെയൊക്കെ ചോദിച്ചാൽ കുഴഞ്ഞു പോകുമ്പോ എല്ലാ പായസവും നല്ല ടേസ്റ്റ് ആണല്ലേ. പായസം എന്ന് പറഞ്ഞാൽ തന്നെ മധുരം അല്ലേ. അപ്പം എല്ലാം ടേസ്റ്റ് ആണ്. പക്ഷെ എന്നാലും നമ്മുടെ പാലടയോട് ഒരു ഇത്തിരി കൂടുതൽ ഇഷ്ടമുണ്ട്. ആണല്ലേ? അത് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ പാലട? പായസം ഏകദേശം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും. ഓണസദ്യയിൽ ഏറ്റവും കൂടുതൽ എല്ലാവർക്കും ഇഷ്ടം പായസമായിരിക്കും. അപ്പൊ ഓണസദ്യ കുറച്ച് കഴിച്ചിട്ട് പായസം കഴിക്കണല്ലോ. അപ്പൊ ഓണസദ്യ എല്ലാവരും കുറച്ചേ കഴിക്കാറുള്ളൂ. അതെ, പായസം കഴിക്കാൻ കുറച്ച് സ്ഥലം ബാക്കി വെക്കാം അല്ലേ. ഇനി നമുക്കിതിലേക്ക് പാൽ ഒഴിക്കാം. സാധാരണ നമ്മൾ പായസം വയ്ക്കുമ്പോൾ പാലൊഴിച്ച് അതൊന്ന് വറ്റി കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ചേർക്കുന്നത്. പക്ഷെ ഇതില് നമ്മൾ ആദ്യം തന്നെ പേരക്കയുടെ പേസ്റ്റ് ഇട്ടിട്ട് അതിലേക്ക് പാലൊഴിക്കാം. അപ്പൊ നിങ്ങൾക്ക് പേരക്ക പായസം അല്ലാതെ, പേരക്ക പായസം ഇപ്പൊ ചേച്ചി ഉണ്ടാക്കി തരും, അതല്ലാതെ ഓണത്തിന് ഏത് പായസം കഴിക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം? പാലട. മോൾക്ക് ഏതാ ഇഷ്ടം? അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടമൊന്നുമില്ല, എല്ലാം ഇഷ്ടം. ആളൊന്നും മിണ്ടണില്ല. മോൾക്ക് ഏതാ ഇഷ്ടം? പാൽപ്പായസം. ഓക്കെ. എന്റെ ഫേവറേറ്റ് പായസം പാൽപ്പായസമാണ്. പിന്നെ പാലട ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഷുഗർ ചേർക്കാം. പേരക്കയുടെ പേസ്റ്റ് ഇട്ടു, പാലൊഴിച്ചു, നെക്സ്റ്റ് ഷുഗർ.
ഇത് കുറച്ച് പഞ്ചസാര കൂടുതൽ ചേർക്കേണ്ടി വരും, കാരണം പേരയ്ക്കൊക്കെ ഒരു ചെറിയ, ഇപ്പൊ ഞാൻ 4 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർക്കുന്നുണ്ടല്ലോ, അപ്പൊ നല്ല സ്വീറ്റ് ആയിരിക്കും. എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒന്ന് പാകമായി വരുന്നുണ്ട്, നല്ല സ്മെല്ലൊക്കെ അടിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നെയ്യുടെ മണം അടിപൊളിയാണ്. ഇനി ഇത് തിളച്ചൊന്ന് കുറുകുന്ന വരെ വെയിറ്റ് ചെയ്യണം. നമ്മൾ പേരയ്ക്ക് ഇട്ടപ്പോൾ തന്നെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ജസ്റ്റ് ചെറുതായിട്ട് കുറുക്കി കൊടുക്കാം. നമ്മുടെ പേരയ്ക്ക പായസം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, നമ്മുടെ ഓണസദ്യയില് എത്ര വിഭവങ്ങൾ ഉണ്ടെന്ന് അറിയോ? എന്തൊക്കെ വിഭവങ്ങളാണ് ഉള്ളത്? തോരൻ, എലിശ്ശേരി, പപ്പടം, വേറെന്താ ഉള്ളേ? ബനാന ചിപ്സ്, കൂട്ടുകറി, പിന്നെന്താ? അവിയൽ. എന്താ വേറെന്താ ഉള്ളത് ഓണസദ്യയില്? മോൾക്ക് ഏതാ ഏറ്റവും ഇഷ്ടം? പായസം ഇഷ്ടല്ലേ? ചോറ് ഇഷ്ടം. ചോറ് മാത്രമേ കൂട്ടാറുള്ളൂ, കറിയൊന്നും കൂട്ടി കഴിക്കാറില്ല. പപ്പടം ഇഷ്ടമാണോ? പപ്പടം ഇഷ്ടമാണ്. ചോറും പപ്പടം മാത്രം കൂട്ടിട്ട് ഇയാള് ഓണസദ്യ കഴിക്കാറുള്ളൂ. ഏലക്കാപ്പൊടി. നട്ട്സ് നമ്മൾ ഇതില് ഫ്രൈ ചെയ്ത് ചേർക്കുന്നില്ല, വെറുതെ ഫ്രൈ ചെയ്യാതെ സാധാരണ നട്ട്സ്. നമ്മുടെ പേരയ്ക്ക പായസം ഏകദേശം റെഡിയല്ലേ ചേച്ചി? റെഡിയായി, മൊത്തം കഴിഞ്ഞു. പേരയ്ക്ക പായസം എല്ലാവർക്കും ടേസ്റ്റ് ചെയ്യണ്ടേ? വേണം. നിങ്ങളെല്ലാരും ടേസ്റ്റ് ചെയ്ത് നോക്കിയില്ലേ? ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അടിപൊളി. പേരയ്ക്ക പായസം സൂപ്പറായി. ആ പേരക്കയുടെ ആ ടേസ്റ്റും നെയ്യുടെ ടേസ്റ്റും ഒക്കെ കൂടി കൂടുമ്പോ സൂപ്പറാണ്. ചേച്ചി അടിപൊളിയാണ്. നിങ്ങൾക്ക് ഇഷ്ടായില്ലേ? അടിപൊളിയല്ലേ? അപ്പൊ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക പേരയ്ക്ക പായസം. നമുക്ക് ഇനിയും പുതിയ പുതിയ പായസങ്ങളുമായിട്ട് കാണാം. അതെ, നെക്സ്റ്റ് അടിപൊളി പായസങ്ങളായിട്ട് ചേച്ചി നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പൊ ഓണ ദിവസം എല്ലാവരും ഈ അടിപൊളി പായസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, വീട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടാവും. അപ്പൊ ചേച്ചി അടുത്തായിട്ട് നമ്മൾ എന്ത് പായസം ഉണ്ടാക്കാൻ പോകുന്നത്? അടുത്ത നമ്മള് ഒരു ആപ്പിൾ സാഗോ പായസം. ആപ്പിൾ സാഗോ, പേര് തന്നെ ഒരു വ്യത്യസ്തമാണ്. ആപ്പിൾ ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത്. ആപ്പിൾ ഉണ്ട്, പിന്നെ സാഗോ എന്ന് പറഞ്ഞാൽ ചവ്വരി, പായസത്തിനൊക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പൊ നെക്സ്റ്റ് കൂട്ടുകാർ എന്റെ കൂടെ ഉണ്ട്. ആദ്യം കുറെ കൂട്ടുകാരെ നമ്മൾ പരിചയപ്പെട്ടു. മോന്റെ പേരെന്താ? ശ്രീഹരി. മോളുടെയോ? മോന്റെയോ? മോളുടെയോ? അയോണ. നല്ല സ്മാർട്ടാണ് കുട്ടികളൊക്കെ. നിങ്ങൾ കൊച്ചു ടി വി ഒക്കെ കാണാറുണ്ടോ? ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രോഗ്രാം ഏതാ? മോനോ? മോക്കോ? മോനോ? ജാക്കി ചാൻ. മോക്കോ? ഡോറ. ഓക്കെ. അപ്പൊ ചേച്ചി ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് പരിചയപ്പെടാം. ആപ്പിൾ, പിന്നെ സാഗോ വേണം, ചവ്വരി, പിന്നെ നെയ്യ്, കിസ്മിസ്, ഏലക്കാപ്പൊടി, പഞ്ചസാര, കണ്ടൻസ്ഡ് മിൽക്ക്, നട്ട്സ്, പാല്. പായസം ഉണ്ടാക്കാം നമുക്ക്. ഇതെന്താ ആർക്കും ഒരു എനർജി ഇല്ലാത്ത? ഉണ്ടാക്കാന്ന് ഉറക്കെ പറഞ്ഞെന്ന്. ഉരുളി ചൂടായി കഴിഞ്ഞു. ഇനി ആദ്യം ഇട്ട് എന്താ ചേച്ചി? പാലൊഴിക്കാം. ഒരു ബൗളിൽ നിറച്ചും 1 ലിറ്റർ പാല്. ഓക്കെ, 1 ലിറ്റർ പാല്. നമുക്കിപ്പോ ഞാൻ സാന്ദ്രയ്ക്ക് പണി തരാം. എനിക്കെന്താ പണി വരാൻ പോവാണ്? എന്താ ചേച്ചി? ഇത് കൈവിടാതെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക. അതെ, കുറുക്കിക്കൊണ്ടിരിക്കുക. ആ പണി എന്നെ ഏൽപ്പിച്ചോളൂ, നല്ല ഭംഗിയായിട്ട് നിർവഹിച്ചോളാം. പാലൊന്നും അപ്പൊ നന്നായിട്ട് കുറുകി വരാം. ചേച്ചി അപ്പൊ വീട്ടില് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണോ ആപ്പിൾ സാഗോ? കുട്ടികൾക്ക് ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. പിന്നെ പാലടയാണ് നമ്മുടെ വീട്ടിലും കൂടുതലായിട്ട് ഉണ്ടാക്കാം അല്ലേ? നിങ്ങൾ വീട്ടിൽ പോയി അമ്മയടുത്ത് ഉണ്ടാക്കി തരാൻ പറയോ? എന്താ നമ്മൾ ഉണ്ടാക്കുന്ന പായസം? ആപ്പിൾ സാഗോ. പഠിച്ചു എല്ലാരും. ഓണത്തിന് എല്ലാവരും സാധാരണ പായസമാണ് വീട്ടില്. പരിപ്പ് പായസം, അടപ്പായസം, സേമിയ പായസം, അങ്ങനെ. ഇതൊക്കെ പേരയ്ക്ക പായസവും ആപ്പിൾ സാഗോ ഒക്കെ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള പായസമാണ്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം, എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നമ്മൾ പായസം സദ്യയൊക്കെ ഉണ്ടാക്കുന്നത് തന്നെ നമ്മുടെ വീട്ടിലേക്ക് മാവേലി വരുമ്പം നമ്മൾ സദ്യയും പായസമൊക്കെ ഉണ്ട്. അപ്പൊ മാവേലിക്ക് എല്ലാ വർഷവും പാലടയും പരിപ്പ് പ്രഥമനും ഒക്കെ കുടിച്ച് മതിയായിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ഇത്തിരി ഡിഫറെന്റ് ആയിട്ട് പായസമൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. നല്ല പാല് കുറുകി വരുന്നുണ്ട്, നല്ല സ്മെല്ലൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. സ്മെല്ലൊക്കെ വരുന്നില്ലേ പാല് കുറുകുന്നതിന്റെ? ചവ്വരി ആദ്യം വേവിച്ച് വെക്കുക, കുറുകിയ പാലിലേക്ക് ഇടുക.
സമയം ഉണ്ടെങ്കിൽ ഇത് പാലിലിട്ട് വേവിച്ചാലും ഈ പായസത്തിൽ ഈ ചൊവ്വരി ഇടുമ്പോ പ്രത്യേകം എന്തെങ്കിലും ടേസ്റ്റ് വരുമോ? ടേസ്റ്റ് മാത്രമല്ല, പായസം കുറച്ചും കൂടെ നന്നായി തിക്കായി വരുമല്ലേ? അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചൊവ്വരി ഇടുന്നത്. ആപ്പിൾ സാഗും ഉണ്ടാക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ പൈനാപ്പിൾ സാഗും ഉണ്ടാക്കാറില്ലേ ചേച്ചി? പൈനാപ്പിൾ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ പൈനാപ്പിൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈ പശുവിൻ പാല് ചേർക്കില്ല. പൈനാപ്പിൾ ഇത്തിരി പുളിപ്പുള്ളതുകൊണ്ട് ചിലപ്പോൾ പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ തേങ്ങാപ്പാല് ചേർത്തിട്ടാണ് പൈനാപ്പിൾ പായസം ഉണ്ടാക്കുക. ആപ്പിൾ സാഗോ പായസം കുറുകാൻ ഏകദേശം ഒരു 10-15 മിനിറ്റ് മിനിമം നമ്മൾ കുറുക്കിക്കൊണ്ടിരിക്കുക അല്ലേ ചേച്ചി? അതെ. അപ്പം നമുക്ക് ആ സമയം കൊണ്ട് ഈ ഉരുളി ഞാൻ തൽക്കാലം അപ്പുറത്തേക്ക് മാറ്റാണ്. ഓക്കെ. ആപ്പിൾ സാഗോ ഞാൻ നന്നായി കുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മണൊക്കെ വരുന്നുണ്ട്, അടിപൊളിയായിട്ട്. എങ്ങനെയുണ്ട്? അടിപൊളി മണല്ലേ? ഓക്കെ ചേച്ചി. അപ്പൊ ചൂടായി വരുമ്പോ ആപ്പിൾ കട്ട് ചെയ്ത ആപ്പിൾ ഇട്ടിട്ട് ആ നെയ്യിലേക്ക് ഇടാം. ഓരോരോ നാട്ടിലൊക്കെ ഓണത്തിന്റെ ആഘോഷമൊക്കെ വ്യത്യസ്ത രീതിയിലായിരിക്കും. ഓരോരോ ഫുഡാണെങ്കിലും ഓരോ ഓണത്തിന്റെ സെലിബ്രേഷൻസ് ആണെങ്കിലും വ്യത്യസ്ത രീതിയിലായിരിക്കും. ചേച്ചിയുടെ നാട് എവിടെയാ? എന്റെ നാട് പാലക്കാട്. പാലക്കാടാണല്ലേ? ഇപ്പൊ എവിടെയാ? ഇപ്പൊ എറണാകുളത്താണ്. അപ്പൊ ചേച്ചിയുടെ നാട്ടിൽ എങ്ങനെയൊക്കെയാണ് ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നത്? നാട്ടില് നമ്മളൊക്കെ ചെറുതായിരിക്കുമ്പോ എന്ന് പറഞ്ഞാൽ ഓണം ഈ പറഞ്ഞ പോലെ പൂക്കളം, പുതിയ ഡ്രസ്സ്, പായസം, സദ്യ, ഇതൊക്കെയാണ് ഓണത്തിന്റെ. പിന്നെ നമുക്ക് ഇത്രയും ചാനൽസ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ ഇപ്പൊ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് എപ്പോഴും ടിവിയിലാണ് മെയിൻലി ഓണം. വീട്ടില് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും ഫുൾ ടൈം നമ്മൾ ടിവിയിലായിരിക്കും. പണ്ട് അങ്ങനെയല്ല, എല്ലാവരും ചുറ്റുമുള്ള ഫ്രണ്ട്സ് ഒക്കെ വരും, എല്ലാവരും ഒരുമിച്ച് കൂടും. പിന്നെ നമുക്ക് വെക്കേഷൻ അല്ലേ, അപ്പോൾ ഒരു സന്തോഷം തന്നെയാണ്. നല്ലോണം പഞ്ചസാര ഇടാം അല്ലേ? മധുരം ഇഷ്ടമാണോ? അപ്പൊ കുറേ ഷുഗർ ഇടാം അല്ലേ? അപ്പൊ മുഴുവൻ ഇട്ടു. ഒരു ബൗൾ ഷുഗർ മുഴുവൻ ഇട്ടുണ്ടേ. ആപ്പിൾ സാഗോ കുറുകി അതിലേക്ക് ഒരുപാട് ഷുഗർ ഇട്ടു. കുട്ടികൾക്കൊക്കെ ഷുഗർ നല്ല സ്വീറ്റ് ആയിരിക്കുന്നതാണ് ഭയങ്കര ഇഷ്ടം. ഇനി അതിലേക്ക് നമുക്ക് കണ്ടൻസ് മിൽക്ക് ഏകദേശം ഒരു 1/4 കപ്പ് ചേർക്കുന്നു. ഓക്കെ. ആപ്പിൾ സാഗോ ഉണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ പാല് കുറുക്കി കൊടുക്കുമ്പോൾ അതിന് ഭയങ്കര ചൂടാക്കും. പ്രത്യേകിച്ച് ഉരുളിയിലൊക്കെ നമ്മളിത് ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ചൂടായിരിക്കും. അപ്പൊ കുട്ടികൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ മേത്ത് തട്ടാതെ ഒക്കെ നമ്മൾ ജസ്റ്റ് ശ്രദ്ധിച്ച് നന്നായി കുറുക്കി കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം കിച്ചണില്. ഞാനിങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുമ്പോൾ എന്റെ മോൾ എപ്പോഴും ഓടി വന്ന് സ്ഥിരം പരിപാടിയാണ് അടുത്ത് ചെയറിട്ട് നിൽക്കല്. അപ്പൊ ഇവിടെ നമ്മുടെ ആപ്പിൾ കട്ട് ചെയ്ത് വെച്ച ആപ്പിൾ നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. ഇത് നമ്മുടെ കുറുകിയ പാലിലേക്ക് ചേർക്കാം. ആപ്പിൾ ചേർത്തപ്പോഴത്തേനും നമ്മുടെ പായസത്തിന്റെ കളർ ആകെ മാറി അടിപൊളി നിറമൊക്കെ വന്നിട്ടുണ്ടല്ലേ? ആപ്പിൾ സാഗോ കുറുക്കി ഞാൻ നല്ല ടേസ്റ്റോടെ ഞാനും കൂടി പ്രിപ്പയർ ചെയ്ത ആപ്പിൾ സാഗോ ആണ് ഇതല്ലേ ചേച്ചി? ഓക്കെ. അപ്പൊ ഓണസദ്യയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കറി എന്താ നിങ്ങൾക്ക്? സാമ്പാർ. മോക്ക്? അവിയല്. മോനോ? സാമ്പാർ. മോക്ക്? പപ്പടം. മോനോ? രസം. ആഹാ, അടിപൊളി. ഇഷ്ടപ്പെട്ടാണോ രസം? ഓക്കെ. അപ്പൊ സാധാരണ ഓണത്തിനൊക്കെ നമ്മള് ഓണസദ്യയിലെ രസം, പുളിശ്ശേരി അതുപോലത്തെ കറികളൊന്നും ഇപ്പൊ കാണാനേ കിട്ടുന്നില്ല. അപ്പോഴാണ് അവരൊക്കെ രസം ഇഷ്ടമാണെന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ കിസ്മിസും നട്ട്സും കൂടി നന്നായി വറുത്തെടുത്തു. ഇനി നമ്മുടെ ആപ്പിൾ സാഗോയിലേക്ക് ചേർക്കാം. നമ്മുടെ പാല് മാത്രം ഒന്ന് കുറുകിയാൽ മതി. അതിനുശേഷമുള്ള സ്റ്റെപ്സ് ഒക്കെ വളരെ ഈസിയിൽ നടക്കും. പെട്ടെന്ന് പഠിച്ചെടുക്കാവുന്നതാണ് ആപ്പിൾ സാഗോ അല്ലേ ചേച്ചി? ആപ്പിൾ സാഗോ ഫുള്ളായി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യണ്ടേ? സെർവ് ചെയ്യാണ്. ചൂടാറിയിട്ട് കഴിക്കാം കേട്ടോ. ഓക്കെ, നമ്മുടെ ആപ്പിൾ സാഗോ ഇപ്പൊ സെർവ് ചെയ്ത് കഴിഞ്ഞു. എനിക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ടേസ്റ്റ് ചെയ്ത് ചേച്ചി? ടേസ്റ്റ് ചെയ്തു എല്ലാരും? അടിപൊളി, സൂപ്പറായി. ആപ്പിളിന്റെയും ചെവ്വരിയുടെയും കിസ്മിസിന്റെയും നട്ട്സിന്റെ ഒക്കെ ടേസ്റ്റും സൂപ്പറാണ്, അടിപൊളിയാണ്.
ഇത് നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കാതിരുന്ന നിങ്ങൾക്ക് വലിയൊരു നഷ്ടമാണ് ഉണ്ടാവുകയാണ്. കാരണം അടിപൊളിയാണ്. കുട്ടികൾ സാധാരണ പായസം കഴിച്ചില്ലെങ്കിലും ഈ ആപ്പിളും കൊണ്ടുള്ള നമ്മുടെ ആപ്പിൾ സാഗോ കഴിച്ചാൽ അവർക്ക് എന്തായാലും നല്ലോണം ഇഷ്ടാകും. കുട്ടികളൊക്കെ അതെ അതെ ഇങ്ങനെയൊക്കെ പൊടിക്കൈ ചെയ്ത് ഇഷ്ടായി? എല്ലാവർക്കും ഇഷ്ടായില്ലേ? അത്തം പത്തില് ആദ്യം നമ്മള് പേരക്ക പായസം ഉണ്ടാക്കി, അത് അടിപൊളിയായിരുന്നു, എല്ലാവർക്കും ഇഷ്ടായി. പിന്നീട് നമ്മള് ആപ്പിൾ സാഗോ ഉണ്ടാക്കി, അത് നല്ല സ്വീറ്റ് ആൻഡ് ടേസ്റ്റി ആയിരുന്നു. ഇനി നമ്മൾ എന്താ ചേച്ചി ഉണ്ടാക്കാൻ പോകുന്നത്? ഇനി ഓണമല്ലേ, പാലട ഇല്ലാണ്ട് ശരിയാവോ? പാലടയാണ് നമ്മളിപ്പോ ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവരോടും ചോദിക്കും, എല്ലാവർക്കും പായസം ഇഷ്ടമാണ്, കൂടുതൽ പേർക്കും പാലടേനോട് ഭയങ്കര പ്രിയാണ് അല്ലെ? അപ്പൊ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണോ പാലട? ഇഷ്ടല്ലേ? അപ്പൊ ചേച്ചി ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കാം. ഞാൻ അട ഇവിടെ ഓൾറെഡി തിളച്ച വെള്ളത്തിലിട്ടിട്ട് ഒന്നും കൂടി പച്ചവെള്ളത്തിലിട്ട് വാഷ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ പാല്, പിന്നെ പഞ്ചസാര, പിന്നെ ഏലക്ക പൊടിച്ചത്, പിന്നെ സാധാരണ നെയ്യും കണ്ടൻസ് മിൽക്കും. പാലട രണ്ട് രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. പാലട ഇങ്ങനെ പാലിലും ഉണ്ടാക്കാറുണ്ട്, അതല്ല തേങ്ങാപ്പാലും ശർക്കരയും കൂടെ, അതാണ് പാലട പ്രഥമൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ കുട്ടീസിനായതുകൊണ്ട് പശുവും പാലിലായിരിക്കും ഉണ്ടാക്കുന്നതായിരിക്കും അവർക്ക് കൂടുതൽ ശർക്കര ഒരു ബ്രൗൺ കളറൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ അവർ കഴിക്കണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ ഇന്ന് കുട്ടി സ്പെഷ്യൽ പാലട. ഉരുളി ചൂടാവട്ടെ, എന്നിട്ട് അതെ അവിടെ ഒരാള് ഭയങ്കര ആക്റ്റീവാണ്. പേരെന്താ ചോദിച്ചപ്പോ ആള് സൈലന്റ് ആയി. ആഷ്മി ആരാന്നറിയോ? നമ്മുടെ ഫാത്തിമാന്റിയുടെ മോളാണ്. അപ്പൊ കൊച്ചു ടി വി ഒക്കെ കാണാറുണ്ടോ? ഓക്കെ. ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രോഗ്രാം ഏതാ? ഡോറ. അതിന് രാവിലെ വെളുപ്പിന് 6 മണിക്കൊക്കെ എണീറ്റിരുന്ന് ഡോറ കാണും. ഉറങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല, ഡോറ കണ്ടാ മതി. വീട്ടിലെങ്ങനെ കുസൃതിയാണോ? അത്യാവശ്യം. ഇപ്പൊ ഇത്തിരി കുസൃതിയൊക്കെ കുറഞ്ഞു വരുന്നു. നാളെ വലുതായി എന്നൊക്കെ ഉള്ള ഒരു ഭാവമൊക്കെ വന്നിട്ടുണ്ട് UKG-യിലേക്ക് ആയപ്പോ. UKG-യിലല്ലേ? ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചർ ഏതാ? സുധ. മോന്റെ പേരെന്താ? വിഷ്ണു. എത്രയല്ല പഠിക്കുന്നേ? കൊച്ചു ടി വി കാണാറുണ്ടോ? ഏതാ ഇഷ്ടപ്പെട്ട പ്രോഗ്രാം? ജാക്കി ചാൻ. ഓക്കെ. അപ്പൊ നമ്മുടെ ഉരുളി ചൂടായി, ഒരു ബൗൾ പാലയിലേക്ക് ഒഴിച്ചു. നമ്മൾ നേരത്തെ ആപ്പിൾ സാഗോ ഉണ്ടാക്കുമ്പോ പാല് ഒരുപാട് നേരം കുറുക്കി കൊടുക്കേണ്ടിണ്ടായിരുന്നു. അതുപോലെ തന്നെ പാലടയിലും പാല് നന്നായിട്ട് കുറുക്കി കൊടുക്കും. അപ്പൊ മോളു, അമ്മ ഉണ്ടാക്കുന്നതിൽ ഏത് പായസം ഏറ്റവും ഇഷ്ടപ്പെട്ടത്? പാലടയാണോ, പേരക്ക പായസമാണോ, പിന്നെ ഏതാ ഇഷ്ടം? സേമിയ പായസം. ഇത് നമ്മൾ പാലൊന്ന് ചൂടായി വരുമ്പം ഇളക്കല് മാത്രം കൈ വിടരുത്. വിട്ട് കഴിഞ്ഞാൽ പാലൊന്ന് തിളച്ചു കഴിഞ്ഞാൽ അതിന്റെ പാട വേറെ ഒക്കെ ആയി പോകും. നമ്മൾ തുടർച്ചയായിട്ട് കുറുക്കിക്കൊണ്ടിരിക്കാതിരുന്നാല് പാലിന്റെ മുകളിൽ പാട പിടിച്ചിട്ട് പാല് നേരെ വരില്ല. നമ്മുടെ പാലട പായസം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട പായസം ഏതാ ഓണസദ്യയില്? പാൽപ്പായസം ഇഷ്ടമാണ്. ഓക്കെ. പാല് ഏകദേശം കുറുകി ചൂടായി വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് എന്താ ചേച്ചി? അടുത്ത നമുക്ക് അടയിടാം. ഓക്കെ. ഈ അട വാങ്ങിക്കുമ്പോഴുണ്ടല്ലോ, നമ്മൾ 2 ടൈപ്പിലുള്ള അട നമുക്ക് വാങ്ങിക്കാൻ കിട്ടാറുണ്ട്. മൈദ കൊണ്ട് ഉണ്ടാക്കിയതുകൊണ്ട് റൈസിൻ്റെ ഉണ്ട്. അപ്പം നമ്മൾ വാങ്ങിക്കുമ്പോൾ എപ്പോഴും റൈസ് കൊണ്ട് ഉണ്ടാക്കിയ അട വാങ്ങിക്കാൻ നോക്കാം, അതായിരിക്കും കുറച്ചും കൂടെ ടേസ്റ്റ്. ഓക്കെ. അതല്ലെങ്കിൽ അട വീട്ടിലുണ്ടാക്കുന്നവരും ഉണ്ട്. നമ്മൾ വാഴയിലയിൽ അരിയൊക്കെ അരച്ച് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നവരും ഉണ്ട്. പക്ഷെ അത് ഭയങ്കര ലോങ് പ്രോസസ്സാണ്. ചേച്ചി, അപ്പൊ ഇതിന്റെ ചേരുവകളൊന്നും കൂടി നോക്കാം. നമ്മളിപ്പോ പാലൊഴിച്ചു, നന്നായി കുറുക്കിയെടുത്തു. അതിലേക്ക് ഇപ്പൊ അട വേവിച്ചിട്ടിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് തിളയ്ക്കുമ്പോ നമുക്ക് ഷുഗർ ഇടാം. നമ്മുടെ അട ഇവിടെ കുറുകി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ബാക്കിയുള്ള ചേരുവകളൊക്കെ ഇതിലേക്ക് ചേർക്കാം. ഷുഗർ ആഡ് ചെയ്തു. ഈ അട നന്നായിട്ടൊന്ന് കുറുകുമ്പോൾ പഞ്ചസാര ചേർത്താം. കാരണം ഷുഗർ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒന്ന് വെള്ളമാവും അലിയുമ്പോൾ. ഷുഗർ എത്ര ടീസ്പൂണാണെന്നുണ്ടോ ചേച്ചി? ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് ചേർത്തിട്ടുണ്ട്. കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം. കണ്ടൻസ് മിൽക്കും ഏകദേശം ഒരു 1/2 കപ്പ് ആഡ് ചെയ്യാം. അത് ചേർക്കുന്നില്ലെങ്കിൽ ഷുഗറിന്റെ അളവ് കൂട്ടിയെടുക്കണം. ഓക്കെ. ആ സമയം കൊണ്ട് നമുക്ക് നട്ട്സും കിസ്മിസും വറുത്തെടുത്താലോ? ആ ജോലി ഞാൻ സാന്ദ്രയ്ക്ക് കൊടുത്തു. നെക്സ്റ്റ് ഏലക്കപ്പൊടി ആഡ് ചെയ്യാം.
ഏലക്കാപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ നല്ല പ്രത്യേക ഒരു സ്മെല്ലും പ്രത്യേക ഒരു ടേസ്റ്റ് ഒക്കെ ആയിരിക്കും അല്ലേ ചേച്ചി? ഓക്കെ, ചേച്ചി പാല് കുറുക്കിക്കോളും. ഈ നട്ട്സും കിസ്മിസും കൂടി വറുത്തെടുക്കേണ്ട ജോലി എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ചേച്ചി നോക്കിക്കോ, ഞാൻ ഭംഗിയായിട്ട് അത് നിർവഹിക്കും. ആദ്യം ഒരു 2 ടീസ്പൂൺ നെയ്യ് എടുക്കാം. അവ ചേച്ചിക്ക് ഇത് തരുമോ? എടുത്തോട്ടെ. നട്ട്സ് ആഡ് ചെയ്യാം. അപ്പോൾ നട്ട്സും ഒക്കെ കൂടി ഞാൻ നന്നായിട്ട് വറുത്തെടുത്തു. അത് നമ്മുടെ പാലിലേക്ക് ആഡ് ചെയ്തു. നമ്മുടെ പാലട റെഡി. അപ്പൊ നമ്മുടെ സ്പെഷ്യൽ പാലട ഇവിടെ റെഡിയായി സെർവ് ചെയ്തിരിക്കുകയാണ്. ഞാൻ സെർവ് ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ ഒരാള് ഞാൻ തരുന്നതിന് മുമ്പ് എന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചപ്പോ കഴിക്കലും തുടങ്ങി. എങ്ങനെയുണ്ട് പായസം? രസമുണ്ടോ? ഇഷ്ടായിന്നൊന്നും പറയുന്നില്ല, പക്ഷെ കഴിക്കുന്നത് കണ്ട് നന്നായി ഇഷ്ടമായി എന്ന് എനിക്ക് മനസ്സിലായി. ഇനി ബാക്കിയുള്ളവർക്ക് കൊടുക്കാം. അപ്പൊ പാലട പായസമൊക്കെ എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? അപ്പൊ വീട്ടിൽ ചെന്ന് അമ്മേനോടൊക്കെ ഉണ്ടാക്കി തരണം എന്ന് പറയട്ടെ. ഓണത്തിന് പ്രത്യേകിച്ച് ഈ സ്പെഷ്യൽ പാലട ഉണ്ടാക്കി തരാൻ പറയണം കേട്ടോ. ഓക്കെ, വാവയ്ക്ക് ഇഷ്ടായോ? അടിപൊളിയല്ലേ? എന്നാലും വാരിക്കൂരി കഴിക്കുന്നുണ്ട്. ഓക്കെ, ഇവരെല്ലാരും ടേസ്റ്റ് ചെയ്ത് ഇനി ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അടിപൊളി, സൂപ്പർ ആയിട്ടുണ്ട്. അപ്പം ഈ പാലട നമുക്ക് ഓണ ദിവസമൊക്കെ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടാവുന്നതാണ്. പക്ഷെ പുറമേന്ന് വാങ്ങുന്നതിനേക്കാളും നമ്മളിങ്ങനെ വീട്ടിൽ രുചികരമായിട്ട് ഉണ്ടാക്കുമ്പോൾ അതിന്റെ ടേസ്റ്റ് വ്യത്യസ്തമാണ്. അപ്പം എല്ലാവരും തിരുവോണ നാളിൻ്റെ ഇത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ, 3 പായസം ഞങ്ങൾ ഉണ്ടാക്കി. എല്ലാം നമ്മുടെ കുട്ടീസിന് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്. അപ്പം നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇപ്രാവശ്യം ഓണത്തിന് കുറേ പായസം ഉണ്ടാക്കുക, കുറേ പായസം കഴിക്കുക. എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പൊ ഫാത്തിമ ചേച്ചി എനിക്കും ഈ കൂട്ടുകാർക്കും വേണ്ടിയൊക്കെ 3 അടിപൊളി പായസം ഉണ്ടാക്കി തന്നു. എല്ലാവർക്കും ഇഷ്ടായില്ലേ? എനിക്ക് നല്ലോണം ഇഷ്ടമായി 3 പായസം. ചേച്ചി അടിപൊളിയായിരുന്നു കേട്ടോ. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും താങ്ക്സ്. പിന്നെ ഞങ്ങൾ ഇപ്രാവശ്യത്തോണം ഞാനും എൻ്റെ മോളും കൊച്ചു TV കൊച്ചു കൂട്ടുകാരുടെ ഒപ്പമാണ്. ഞങ്ങളും ഭയങ്കര ഹാപ്പിയാണ്. അപ്പം എല്ലാവർക്കും ഹാപ്പി ഓണം.